സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ED ചോദ്യം ചെയ്യുന്നത്. ഇത് സംസ്ഥാനത്തിന് തന്നെ എത്ര വലിയ നാണക്കേടാണ്. എന്തിനാണ് മുഖ്യമന്ത്രി എല്ലാ കേസുകളിലും ജലീലിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? എന്തിനാണ് സംരക്ഷിക്കുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി വഴിവിട്ട നിലയിൽ അദ്ദേഹത്തിന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്? സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് ജലീലിനെ ഭയമാണോ? ജലീൽ എന്തുകൊണ്ടും രാജിവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജയരാജൻ, ശിവശങ്കർ അവർക്കൊക്കെ ബാധകമായ നിയമം ഇദ്ദേഹത്തിനും ബാധകല്ലേ എന്നുള്ളത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, ഗവൺമെന്റാണ്. അങ്ങനെ ആരെങ്കിലും ഒരു വിശദീകരണം ചോദിച്ചാൽ ഉടൻ തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്നതിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ? പഴയ മുഖ്യമന്ത്രിയെ എത്ര മണിക്കൂറാണ് ചോദ്യം ചെയ്തത്? ED അല്ലെന്നുള്ളതല്ലേ ഉള്ളൂ. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏത് മന്ത്രിമാരാ അത്തരം ചോദ്യം ചെയ്യലിന് വിധേയരാകാതിരുന്നത്? കോവിഡ് കാലമാണ് ശരി തന്നെ, പക്ഷേ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുകയുമാണല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങളെ അവഗണിക്കാവുന്നതല്ല പാർട്ടികൾക്കും പ്രവർത്തകർക്കും. അതുകൊണ്ട് തന്നെ രോഗഭയമെല്ലാം മാറ്റിവെച്ച് അതിശക്തമായ സമരമാണ് സംസ്ഥാന വ്യാപകമായി ഇന്നുണ്ടായത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP എന്നീ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടു. ജലീൽ ഇന്ന് മാധ്യമങ്ങളോട് പൊതുവിൽ ഒന്നും പ്രതികരിച്ചില്ല. സ്വർണ്ണക്കടത്തിനെക്കുറിച്ചല്ല, മതഗ്രന്ഥം വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തോട് EDയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായത് എന്നതാണ് വിവരം. മന്ത്രിയുടെ സ്വത്ത് വിവരങ്ങളും ED ചോദിച്ചറിഞ്ഞു. മന്ത്രിയെ ചോദ്യം ചെയ്ത EDയെ തന്നെ CPM ചോദ്യം ചെയ്തു. പക്ഷേ ഇന്ന് രാഷ്ട്രീയ പ്രേരിതമാണ് സമരം എന്ന് അവർ വിമർശിച്ചു. ചോദ്യം ചെയ്യലിന് വിധേയമായി എന്നത് വസ്തുതയാണെങ്കിൽ ഈ പ്രതിപക്ഷ സമരത്തിന് മുന്നിൽ KT ജലീലിന് പിടിച്ചു നിൽക്കാനാകുമോ? ഇക്കാര്യത്തിലാണ് ചർച്ച. സാധിക്കുമെങ്കിൽ എത്ര കാലം? മുഖ്യമന്ത്രിയും സർക്കാരും ജലീലിൽ നിന്ന് രാജി വാങ്ങേണ്ടതുണ്ടോ? അവരത് ചെയ്യുന്നില്ലെങ്കിൽ ജലീൽ സ്വമേധയാ രാജിവെക്കാൻ തയ്യാറാകണോ? മന്ത്രി താഴെ ഇറങ്ങും വരെ പ്രതിപക്ഷം സമരം തുടരുമോ? സ്വാഗതം. CPM നേതാവ് ശ്രീ TV രാജേഷ് MLA കണ്ണൂരിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, അദ്ദേഹം കൊച്ചിയിൽ നിന്നാണ്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ UA ലത്തീഫ്, അദ്ദേഹം മലപ്പുറത്ത് നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ TV രാജേഷ്, എന്തിനാണ് ഈ കോവിഡ് കാലത്ത് നിങ്ങളിങ്ങനെ നാട്ടിൽ സമരങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നത്? അദ്ദേഹത്തെ അങ്ങ് രാജിവെപ്പിച്ചാൽ ഈ സംഗതി അങ്ങ് പരിഹരിക്കപ്പെടില്ലേ? അല്ല, ഈ കാര്യത്തിൽ ഒരുപാട് വ്യക്തതകൾ വരാനുണ്ട്. ശ്രീ KT ജലീൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും എവിഡൻസ് ഇതുവരെ വന്നതായി നമുക്കാർക്കും അറിയില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി മന്ത്രിയെ ബന്ധപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യവും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോലും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? ഖുറാൻ, കസ്റ്റംസ് ക്ലിയർ ചെയ്ത ഖുറാൻ അദ്ദേഹം അവിടെ നിന്ന് എടുത്ത് സ്വന്തം നാട്ടിൽ ഈ വിശുദ്ധ ഗ്രന്ഥം ആവശ്യമായവർക്ക് കൈമാറി എന്നുള്ളതാണ്. സൗദി അറേബ്യ, GCC രാജ്യങ്ങളിൽ മുഴുവൻ ഖുറാൻ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ശ്രീ UA ലത്തീഫിനെ നന്നായിട്ട് അറിയാം. GCC രാജ്യങ്ങളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്ന് എന്ത് സാധനം കയറ്റുമതി ചെയ്യുമ്പോഴും ഈ വിശുദ്ധ ഗ്രന്ഥം അതിനോടൊപ്പം വെക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. ഖുറാൻ ഈ കോൺസുലേറ്റ് വഴി വരുന്ന ഇത് ആദ്യത്തെ സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തല ഉറപ്പിച്ചു പറയണം. ബെന്നി ബഹനാൻ പരാതി കൊടുത്തു. UDFൻ്റെ MP ആണ്, UDFൻ്റെ കൺവീനറാണ് അദ്ദേഹം. ഇത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ബെന്നി ബഹനാൻ്റെ സ്ഥാനത്ത് രാജേഷോ സ്വരാജോ ആയിരുന്നുവെങ്കിൽ, ജലീലിൻ്റെ സ്ഥാനത്ത് കുഞ്ഞാലിക്കുട്ടിയോ MK മുനീറോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകില്? മതവും വിശ്വാസവും കൂട്ടിക്കലർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം അത്ര മോശക്കാരെന്നല്ലല്ലോ. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? ഞാൻ പറയുന്ന കാര്യം എന്താണ്? ചോദ്യം ചെയ്താൽ രാജിവെക്കണമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഈ കാര്യത്തിൽ തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എനിക്ക് മറുപടി നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ
ഡൽഹി ഹൈക്കോടതിയിലാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോയത്. ഡൽഹി ഹൈക്കോടതി അന്വേഷണം റദ്ദാക്കാൻ തയ്യാറായില്ല. ഇ ഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നാളെ രാഹുൽ ഗാന്ധി ഇ ഡിയുടെ മുന്നിൽ ഹാജരായാൽ MP സ്ഥാനം രാജിവെക്കണം എന്ന് കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുമോ? ഈ വിഷയത്തിലെടുത്ത ധാർമ്മികത, നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡിയുടെ മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം വെയിറ്റിംഗ് ക്യൂവിലാണ്. ഇല്ലേ? നമുക്കറിയാലോ. രാജിവെക്കുമോ? അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തത വേണം. ഇപ്പം ഇബ്രാഹിം കുഞ്ഞ് അനധികൃത സ്വത്ത് സമ്പാദനം 10 കോടി അദ്ദേഹം സമാഹരിച്ചു. പണം എവിടെ? പണത്തിൻ്റെ സോഴ്സ് എവിടെ? ഇ ഡി അന്വേഷിക്കുകയാണ്. ശരി, ആ കേസിൽ ഇ ഡി ചോദ്യം ചെയ്തില്ലേ ഇബ്രാഹിം കുഞ്ഞിനെ? ആൾ MLA അല്ലേ, ജനപ്രതിനിധിയല്ലേ? മന്ത്രിക്ക് മാത്രമാണോ ധാർമ്മികത? MLAക്ക് ബാധകല്ലേ? ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ടി ബി രാജേഷ് താങ്കളിലേക്ക്. ശ്രീ UA ലത്തീഫ്, എന്തുകൊണ്ടാണ് ഈ വാദങ്ങൾ ബോധ്യമാകാതെ പോകുന്നത് മുസ്ലിം ലീഗിനും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക്? അതായത് ഇത് മതഗ്രന്ഥം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത് സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് തനിക്ക് നേരെ ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മന്ത്രി. അപ്പോൾ CPM-ഉം മന്ത്രിയും സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഈ നിലപാട് നിങ്ങൾക്ക് ബോധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് എന്തിനാണ് ഈ ഖുർആൻ, ഈ മതഗ്രന്ഥം ഇതിൽ ഉൾപ്പെടുത്തുന്നത്? മതഗ്രന്ഥം നമ്മുടെ പിന്നെ മന്ത്രി KT ജലീൽ പഠിപ്പിച്ച സ്ഥാപനം ഉണ്ടല്ലോ അവിടെ, PSM കോളേജ് തിരുവങ്ങാടി. അവിടെ വലിയ പ്രസ്സില്ലേ, ദിവസം അവിടെ ഖുർആൻ അച്ചടിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. ഇനി അങ്ങനെ ജലീലിന് ആവശ്യമുണ്ടെങ്കിൽ, അദ്ദേഹം ഞാനൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണല്ലോ മുസ്ലിം ലീഗ് പാർട്ടിയിൽ. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി അദ്ദേഹത്തിന് ആവശ്യമുള്ള മതഗ്രന്ഥങ്ങൾ ഖുർആൻ കൊടുക്കാൻ തയ്യാറാണ്. ഈ ഗ്രന്ഥം എല്ലാ വീടുകളും ഉണ്ടാവും. പ്രശ്നം അതല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കുന്നു. ഒന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സ്വപ്നയുമായി അദ്ദേഹം നിരന്തരം സംസാരിച്ചു. 2, ഈ ഡിപ്ലോമാറ്റിക് ബാഗുകൾ 4479 കിലോ വെയിറ്റുള്ള ഡിപ്ലോമാറ്റിക് കാർഗോ വന്നു. അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സി ആപ്റ്റ് വാഹനത്തിൽ മലപ്പുറത്ത് എത്തിച്ചു. 32 കെട്ട്, 1 ലോറി കർണാടക തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം സമ്മതിക്കുന്ന കാര്യങ്ങൾ പറയാം. അദ്ദേഹം പറയാം റമലാന് എന്തോ പിന്നെ ഭക്ഷണം കൊടുത്തു. അത് പുറത്ത് പറയാൻ പാടില്ല. എന്താണ് ആ പറയുന്നത്? ഡിപ്ലോമാറ്റിക് ബാഗിലെ നോമ്പ് തുറക്കാൻ എന്തോ കിട്ടിയെന്നാണ്. ആരോടാണ് ഈ പറയുന്നത്? അതുകൊണ്ട് ഒരു വസ്തുത ഇപ്പോൾ നിലനിൽക്കുന്നു. ഒന്ന്, ഈ ഡിപ്ലോമാറ്റിക് ബാഗുകളിൽ എന്തിനാണ് ഇത് കൊടുത്തയക്കുന്നത്? 2, അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ നോമ്പ് തുറക്കാനുള്ള സാധനം എന്തിനാണ് കൊടുത്തയക്കുന്നത്? പ്രശ്നം അതല്ലല്ലോ. ഈ 4479 കിലോഗ്രാം, ആ കിലോഗ്രാമുള്ള കാർഗോയിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നാണ്. അത് സ്വർണമായിരുന്നോ ഉണ്ടായിരുന്നോ, അതല്ല പണമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ അനങ്ങിയാൽ പറയും UDF നേതാക്കൾ അങ്ങനല്ലേ, UDF നേതാവ് ഇങ്ങനല്ലേ. അതാണോ പ്രശ്നം? എല്ലാം ശരിയാക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നവരല്ലേ. ഞാൻ ചോദിക്കട്ടെ, ജലീൽ എൻ്റെ അടുത്ത സ്നേഹിതനാണ്, വളരെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം സത്യം പുലരാൻ ഞാൻ ചോദിക്കട്ടെ ജലീൽ സാഹിബ് മന്ത്രിയോട്, നിങ്ങളെ സ്വന്തം ബന്ധു അദീബിനെ നിയമിച്ചല്ലോ, സ്വജനപക്ഷപാതം. ശ്രീ ജയരാജന്റെ ബന്ധു നിയമിച്ചപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. നിങ്ങളെ പുറത്താക്കണില്ല. എന്താ കാരണം? അതുപോലെ തന്നെ മാർക്ക് ദാനം, തോറ്റ വിദ്യാർത്ഥികൾ വിജയിപ്പിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നാണം കെട്ടതാണത്, അല്ലേ? ആ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെറുക എരിഞ്ഞല്ലോ പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, അതുപോലെ ഇപ്പൊ എന്താ മലയാളം സർവകലാശാല അതിന് സ്ഥലം എടുത്തല്ലോ, കോടിക്കണക്കിന് ഉറുപ്പിക അഴിമതി. എന്താണ്? അവിടെയും ഇവിടെ കെട്ടിടക്കാൻ സാധിക്കുകയില്ല എന്ന് ട്രിബ്യൂണൽ പറയുന്നു. എന്തെല്ലാം അഴിമതികൾ! അങ്ങനെയുള്ള ജലീല് ഈ ഡിപ്ലോമാറ്റിക് ബാഗുകളിൽ ഇത് മാത്രമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അതുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം രാജിവെച്ച് അന്വേഷിക്കണമെന്ന. ഞാൻ തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് ശ്രീ ശിവശങ്കറിലേക്ക് പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടെ താങ്കളിലേക്ക് വന്നുകൊള്ളാം താങ്കളിലേക്ക്. ശ്രീ ശിവശങ്കർ, ഇവിടെ അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ED അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമായതുകൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുക? നിരവധിയായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ പല നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അവരെന്നിട്ട് രാജിവെക്കുന്നുണ്ടോ അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നെന്ന ചോദ്യം TV രാജേഷ് തുടക്കത്തിൽ ഉന്നയിച്ചുവല്ലോ.
അല്ല, അതിൽ വെൻ വി തിങ്ക് ഓൺ ദ ഡീറ്റെയിൽസ് അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പരമാവധി കിട്ടുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന്, അദ്ദേഹം ചോദ്യം ചെയ്യാൻ സമ്മതിച്ചു എന്ന് അങ്ങ് പറയുമ്പോൾ അത്ര ലളിതമല്ല കാര്യങ്ങൾ. ഒന്ന്, ഞാനെല്ലാം ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, സത്യം ജയിക്കട്ടെ എന്നാണ്. ED കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ചോദ്യം ചെയ്തു എന്ന് അംഗീകരിച്ചത്. എന്തിനാണ് ഒരു ആക്ഷേപമുള്ള ഒരു വ്യവസായിയുടെ കാറിൽ രഹസ്യമായി വന്ന് ചോദ്യം ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം ഇത്തരത്തിൽ ഒരു നുണ പരമ സത്യമെന്ന രൂപേണ ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞതും എന്നുള്ളതെല്ലാം ഒരു സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന് പറയാൻ കൊള്ളാവുന്നതാണോ എന്ന് CPM-ഉം രാജേഷും ആലോചിക്കട്ടെ. അവരുടെ മാന്യതയ്ക്ക് അവരുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ എന്ന് അവർ ചിന്തിക്കട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഒരു മന്ത്രി വളരെ കണിശമായി ജനങ്ങളോട് ഒരു നുണ പറഞ്ഞിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഇത് വെറും ചോദ്യം ചെയ്യലല്ല, ഇത് അങ്ങനെ ഒരു സാധാരണ ചോദ്യം ചെയ്യലായി കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ പറയുന്നത് പോലെ ഒരു മതഗ്രന്ഥം കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഒരു പ്രധാന മന്ത്രിയെ ഒരു പ്രോട്ടോക്കോളും നോക്കാണ്ട് വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസി ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറയാൻ നാളെ സാധിക്കും, ഇത്തരത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പിറകിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നേരത്തെ CVR അടക്കമുള്ള കാര്യങ്ങളിൽ വന്ന കള്ളക്കടത്ത് നടത്തിയ വ്യക്തിയുമായിട്ടുള്ള ഒരു വളരെ ശക്തമായ ബന്ധം, ലിങ്ക് സംസ്ഥാനത്തെ ഏത് ഉദ്യോഗസ്ഥനും മനസ്സിലാകും, സാധാരണ ജനങ്ങൾക്ക് വരെ മനസ്സിലാകുന്നു. അപ്പം അതുകൊണ്ട് ഇത് വെറും 10 ഖുറാൻ കടത്തിയ പ്രശ്നമല്ല, ഒരു സംശയവുമില്ല. അദ്ദേഹം ചോദിച്ചതുപോലെ സംസ്ഥാനത്തെ ഓണം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ കിട്ടിയ പായസം നല്ലതായിരുന്നോ എന്ന് ചോദിക്കാനൊന്നുമല്ല സംസ്ഥാനത്ത് ED ഒരു മന്ത്രിയെ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ചു വരുത്തിയത്. 3, അദ്ദേഹത്തിന് കിട്ടിയ ന്യായങ്ങൾ, അല്ലെങ്കിൽ ഈ ശ്രീ ജലീൽ പണ്ട് മാനവികതയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്ന ശ്രീ ജലീലിനെ എന്തിനാണ് പാർട്ടി പണ്ട് ജയരാജന് നൽകാത്ത, ജയരാജ് ചെയ്ത സകല കുറ്റങ്ങൾ, EP ജയരാജൻ മന്ത്രി ചെയ്ത സകല കുറ്റങ്ങളും ചെയ്ത ഒരു മന്ത്രിയെ അദ്ദേഹത്തിനൊന്നും നൽകാത്ത, വളരെ പാർട്ടിയിൽ സീനിയറായ കേന്ദ്ര കമ്മിറ്റി മെമ്പറായ ശ്രീ ജയരാജൻ സാറിന് നൽകാത്ത എന്ത് ന്യായങ്ങൾ, എന്ത് കാര്യമാണ് ശ്രീ ജലീലിന് നൽകുന്നത്? പ്രത്യേകിച്ച് മുൻ സിമിക്കാരനായ ജലീലിന് നൽകുന്നത്, ഒരു പാർട്ടി മെമ്പർ അല്ലാത്ത സിമിക്കാരന് നൽകുന്നത് എന്നുള്ള ചോദ്യം സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ 3 കാരണങ്ങളാൽ, ഒന്ന്, അദ്ദേഹം ചെയ്ത ഒരു വലിയ നുണയുടെ കാര്യം. ശരി, ഞാൻ തിരിച്ചു വരാം. 3 കാര്യങ്ങളും മനസ്സിലായി. ശ്രീ TV രാജേഷ്, അദ്ദേഹം ഒടുവിൽ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആവർത്തിക്കുന്നുണ്ട് BJP-യും കോൺഗ്രസും മുസ്ലിം ലീഗും. അതായത് EP ജയരാജന് കിട്ടാത്തൊരാനുകൂല്യം, EP ജയരാജനേക്കാൾ കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയനായ ഇദ്ദേഹത്തിന് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം, അതിനുള്ള മറുപടി തയ്യാറാക്കിയിട്ടുണ്ടോ CPM? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആരോപണം? ഈ മതഗ്രന്ഥം കസ്റ്റംസ് അല്ലേ റിലീസ് ചെയ്തത്? കസ്റ്റംസ് അല്ലേ തൂക്കി നോക്കേണ്ടത്? ഇതിനകത്ത് ഖുറാനാണോ? നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ലീഗിൻ്റെ നേതാവ് പറഞ്ഞല്ലോ അതിൽ മറ്റു പലതും ഉണ്ടെന്ന്, അല്ലെങ്കിൽ BJP-യുടെ നേതാവ് പറയുന്നു. ഞാൻ വിനീതമായി അവരോട് ചോദിക്കട്ടെ, ഇതിൽ ഒന്നാമത്തെ പ്രതി കസ്റ്റംസ് അല്ലേ? ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി എന്താണ്? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണോ? ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിലാണ് ഏജൻസികൾ. ഈ ഏജൻസികളെ വെച്ച് നിങ്ങൾ അന്വേഷിക്കൂ. സംശയത്തിൻ്റെ പോമറയിൽ നിർത്തേണ്ട. പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ. ഒരു കുറ്റവാളിക്കും തണലൊരുക്കാൻ, ഒരു കുറ്റവാളിക്കും സംരക്ഷണ കവചമേകാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെ ബഹുമാനപ്പെട്ട ലത്തീഫ് പറഞ്ഞു, എന്താ ഖുറാൻ മലപ്പുറത്ത് അടിക്കാമല്ലോ എന്ന്. ലത്തീഫെ, ഗൾഫിൽ നിന്ന് എത്ര പേര് ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരാറുണ്ട്? ലത്തീഫ് കൊണ്ടുവന്നോന്ന് എനിക്കറിയില്ല, അത് തെറ്റാണോ? ആദ്യമായിട്ടാണോ കേരളത്തിൽ കോൺസുലേറ്റിൽ നിന്ന് ഖുറാൻ കൊണ്ടുവരുന്നത്? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ തെളിവ് തരാം, പക്ഷെ ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പിന്നെ എന്താ പറയുന്നത്? ശ്രമത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നു. ജലീൽ ചെറുപ്പത്തിൽ എന്തായിരുന്നു? പൂർവാശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ കേന്ദ്ര നേതാക്കളിൽ എത്ര പേർ പഴയ BJP-കാരാണ്? ശിവശങ്കർ ഒരു പക്ഷേ ABVP ആയി, പിന്നീട് ശാഖയിൽ പോയി നല്ലൊരു RSS-കാരനായി ഉയർന്നു വന്ന ആളായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ഉദാഹരണമുണ്ട്. AP അബ്ദുള്ളക്കുട്ടി ആരായിരുന്നു? AP അബ്ദുള്ളക്കുട്ടിയെ നിങ്ങളിപ്പോൾ പുണ്യവാളനാക്കി കൊണ്ടു നടക്കല്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം എന്താണ്? അപ്പോൾ പൂർവാശ്രമം നോക്കിയിട്ട് നിങ്ങൾ ആളെ വിലയിരുത്താൻ പോയാൽ പ്രതിക്കൂട്ടിലാവുക. ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിന്ന് വേർക്കും. അതുകൊണ്ട് പറയണോ എന്നുള്ള കാര്യം
നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനി ചോദ്യം ചെയ്താൽ മാറി നിൽക്കണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത് മറ്റൊരു കേസുമായി താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ചിദംബരത്തെ 105 ദിവസം ചിദംബരം ജയിലിൽ കടന്നല്ലോ. CBI മതിൽ ചാടി കടന്നിട്ടല്ലേ ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത്. റോബർട്ട് വധേര, അദ്ദേഹം ഹരിയാനയിലെ ഭൂമി തട്ടിപ്പ് കേസാണ്. വയല് കരഭൂമിയാക്കി മാറ്റി അവിടുത്തെ രജിസ്ട്രാർ ജനറലിന്റെ സഹായത്തോടെ അവിടുത്തെ കോൺഗ്രസ് സർക്കാരിന്റെ പിന്തുണയോടെയാണ് അത് അരങ്ങേറിയത്. ആ കേസിൽ എത്ര തവണ റോബർട്ട് വധേരയെ വിളിച്ചു. റോബർട്ട് വധേര 70 മണിക്കൂറാണ് ചോദ്യം ചെയ്യലിന് വിധേയമായത്. ഇത് റോബർട്ട് വധേരക്കെതിരായിട്ടുള്ള നീക്കം മാത്രമല്ല, റോബർട്ട് വധേരയെ ചോദ്യം ചെയ്യാൻ EDയുടെ ഓഫീസിൽ കൊണ്ടിറക്കുന്നത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയാണ്. ധാർമ്മികതയാണോ ഇത്? ധാർമ്മികതയില്ലേ? ഞാൻ എന്റെ ലീഗിന്റെ സുഹൃത്തോട് ചോദിക്കുന്നത്, ഇബ്രാഹിം കുഞ്ഞ് ED ചോദ്യം ചെയ്തപ്പോ നിങ്ങൾ രാജിവെക്കാൻ പറ, എന്നിട്ട് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ജലീലിനെതിരെ ആരോപണം. എന്നാലേ സമയമുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ലത്തീഫ്, ഇവിടെ ആ രാജ്യം അവരുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ട്, ഒരുപക്ഷെ അതങ്ങനെ ആയിരിക്കണം, എനിക്കറിയുകയില്ല, സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ട് മതഗ്രന്ഥമാണ് കൊടുക്കുന്നതെന്ന് കരുതുക. നിങ്ങളുടെ സർക്കാരാണെന്ന് കരുതുക. PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കും, അദ്ദേഹത്തിനാണ് ഈ കാര്യം കൈമാറുന്നതെന്ന് കരുതുക. പറ്റില്ല, ഇങ്ങോട്ട് തരരുത് മതഗ്രന്ഥം എന്ന് പറയുമോ നിങ്ങൾ? അങ്ങനെ നിലപാടെടുക്കുമോ? മതഗ്രന്ഥമായതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്വീകരിച്ചു എന്നത് മാത്രം ഒരു കുറ്റമാകാൻ ഇടയുണ്ടോ? അതിനകത്ത് സ്വർണം കടത്തി എന്നതിന് തെളിവോ എന്തെങ്കിലും സൂചനയോ കിട്ടിയാൽ ശരിയായ ഒരു ആരോപണമായി. മതഗ്രന്ഥം സ്വീകരിച്ചു എന്നത് എങ്ങനെയാണ് ഒരു കുറ്റമാവുക? അങ്ങനെ മതഗ്രന്ഥം നാളെ സ്വീകരിച്ചാൽ അവിടെ പോയി ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവോ MLA യോ മറ്റോ മതഗ്രന്ഥം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമായിട്ട് വരുമോ? ഞാൻ പറഞ്ഞോട്ടെ, മതഗ്രന്ഥങ്ങൾ ഈ ഡിപ്ലോമാറ്റിക് ബാഗിൽ എന്തിനാ കൊണ്ടുവരുന്നത്? വല്ല ആവശ്യമുണ്ട് അതിൻ്റെ? അതുകൊണ്ടാണ് അതിൽ ദുരൂഹത. ഞാൻ ചോദിക്കട്ടെ രാജേഷേ, എന്താ നിങ്ങൾ ചോദ്യം ചോദിച്ചത്? മറുപടി പറയണില്ലല്ലോ, വേറെന്തോ പറയാണല്ലോ. ചിദംബരം ഉണ്ടായി, പ്രിയങ്ക ഗാന്ധി ഉണ്ടായി. അതല്ല, ഇത് EP ജയരാജൻ ചെയ്ത കുറ്റം, അദ്ദേഹത്തെ പുറത്താക്കി. ജലീൽ അതേ കുറ്റം ചെയ്തു. എന്തുകൊണ്ട് പുറത്താക്കുന്നുള്ള ചോദ്യത്തിന് എന്താ രാജേഷ് ഒന്നും മറുപടി? ജലീലിന്റെ കുറ്റം എന്താണ്? ജലീൽ ചെയ്ത കുറ്റം എന്താണ്? പ്രിയപ്പെട്ട എന്റെ ലത്തീഫ് സാർ, ഞാൻ ചോദിക്കുന്നത്, ജലീൽ ചെയ്ത കുറ്റം എന്താണ്? വിശുദ്ധ ഗ്രന്ഥം, കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത വിശുദ്ധ ഗ്രന്ഥം വിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിച്ചത് തെറ്റാണ് എന്ന് ഈ ചർച്ചയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആദ്യമായിട്ട് കോൺസുലേറ്റ് വഴി വന്നിരിക്കുന്നത് ജലീലാണ് ആദ്യമായി കൈപ്പറ്റിയെന്ന് ഈ യോഗത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തെളിവുകൾ നൽകാം. പറയുമോ? അതായത് KT ജലീലാണ് ഇങ്ങനെ മതഗ്രന്ഥം സ്വീകരിക്കുന്ന ആദ്യത്തെ മന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ ആളെന്ന് താങ്കൾ പറയുമോ ശ്രീ ലത്തീഫ്? അതല്ലല്ല, ചർച്ച വഴിവിട്ട് പോകരുത്. ഇവിടെ ഡിപ്ലോമാറ്റിക് ബാഗിൽ ഇക്കാലം വരെ ആരെങ്കിലും ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞോട്ടെ, അതല്ല സ്വപ്ന സുരേഷ് മുഖാന്തരമായി കൊണ്ടുവരുന്നത്, അതാണ് പ്രശ്നം. അല്ല, അത് ഇദ്ദേഹമാണല്ലോ, ഇദ്ദേഹമാണ്. അദ്ദേഹം എത്ര വർഷം സംസാരിച്ചു സ്വപ്ന സുരേഷായിട്ട്? അതല്ല, ഇദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം സമ്മതിക്കുന്നുണ്ടല്ലോ, സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് കോൺഗ്രസ് ഇത് ചെയ്തില്ലേ എന്നുള്ളതല്ല ഈ പ്രശ്നം. അതായത് രാജിവെക്കാന്ന് പറയാൻ കാരണം വളരെ പ്രധാനമായ EDയും NIAയും കസ്റ്റംസും അന്വേഷിക്കുന്ന ഒരു കേസിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മാറി നിന്ന് അന്വേഷിക്കണം എന്നാ പറയുന്നത്. അതിലെന്താ തെറ്റ്? ശ്രീ ശിവശങ്കറിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ? എന്നാ കേസ് തെളിഞ്ഞിട്ടാ ചെയ്ത്? അതുപോലെ ഇദ്ദേഹത്തിനെതിരെ എന്താ നടപടി എടുക്കാത്തത്? അത് രാജിവെച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊരു കുറ്റം. കഴിഞ്ഞിട്ടില്ല. പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തു. അദ്ദേഹം നിയമിച്ച ഒരു കമ്മീഷൻ, ആ കമ്മീഷൻ അദ്ദേഹത്തെ സമൻസ് അയച്ച് സാക്ഷി വിസ്താരം നടത്തിയത് എന്നല്ലാതെ അന്വേഷണം അല്ലത്
എന്താ പറഞ്ഞാൽ അതൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റുമോ? എന്നിട്ട് നിങ്ങളുടെ ഗവൺമെന്റിന് ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു മന്ത്രിയെ ജയിലിടാൻ സാധിച്ചോ? വെറുതെ പറയാന്നല്ലാതെ. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ശിവശങ്കർ, ഇവിടെ സിമി ബന്ധവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിച്ച ആക്ഷേപത്തിന് വിമർശനത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതായത് ആളുകളുടെ ബാക്ക്ലോഗ് ഒക്കെ എടുത്ത് നോക്കാൻ തുടങ്ങിയാൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും എന്ന്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു കാരണമാവുകയില്ലല്ലോ. പിന്നീട് ആകെപ്പാടുള്ളത് ED ചോദ്യം ചെയ്തു എന്നാണ്. ഞാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ ED റെയ്ഡ് നടത്തിയിരുന്നു നേരത്തെ. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. എൻഫോഴ്സ്മെന്റ് ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനെ ചോദ്യം ചെയ്ത് 3 വട്ടമാണ്. ഇപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാൻ ന്യായയുക്തമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന ആളുകൾക്ക് സാധിക്കുമോ ശ്രീ ശിവശങ്കർ? ഞാൻ അംഗീകരിക്കുന്നു, അങ്ങനെ വേണ്ട. പക്ഷേ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതും കൂടി പ്രശ്നമാണ്. ഇപ്പോൾ പല ആളുകളെയും ഇപ്പോൾ നമ്മളടക്കം പലരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ വിളിപ്പിക്കുന്നത് ഒരു പീഡന കേസാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം വേറെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഇവിടെ കള്ളക്കടത്തുമായി, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. അതും ED ആണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ EDയുടെ സംബന്ധിച്ച് അത് വ്യക്തമാണല്ലോ എന്തായിരിക്കും വിഷയമെന്ന്. അവിടെ സാമ്പത്തിക തട്ടിപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ കള്ളക്കടത്തിന് കൂട്ടുനിന്നു എന്നുണ്ടെങ്കിൽ കുറ്റം വളരെ ഗുരുതരമാണ്. അത് മറ്റുള്ള കുറ്റം പോലെ കാണരുത്. 1. 2, രാജേഷ് പറഞ്ഞ ആദ്യത്തെ കാര്യം, ഒരു സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്കും ബൈബിളോ ഖുറാനോ കൊണ്ടുവരുന്നത് കുറ്റമല്ല, ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവരുവാൻ അത് ഇറക്കുവാനായിട്ട് ഒരു നിയമമുണ്ട്. അതാണ് നിങ്ങൾ ഇതുവരെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞിരുന്ന ഭരണഘടന. ഭരണഘടനാപരമായി സംസ്ഥാനത്തിലേക്കോ കേന്ദ്രത്തിലേക്കോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അത് ഖുറാനായാലും ബൈബിളായാലും കൊണ്ടുവരുവാനായിട്ട് അവിടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ടുള്ള ഒരു കത്തിടപാടുണ്ട്. അത് ഡൽഹിയിലെ ഇന്ത്യൻ എംബസിയുമായി, ഇന്ത്യയിലെ അവരുടെ എംബസിയുമായി ചേർന്ന് ചെയ്യേണ്ടതാണ്. അതിൽ ഏതെങ്കിലും ഒരു മെയിൽ അയച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിസഭ അതിന് അനുവാദം കൊടുത്തേനെ. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാമായിരുന്നു. ഇത് ഉടനെ കൊണ്ടുവന്നിട്ട് ഒരു അവശ്യ മരുന്ന് പോലെ കിട്ടേണ്ട സാധനമല്ല, കേരളത്തിലുമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മന്ത്രി, അതും ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഈ നിയമമൊന്നും അറിയാതെ തൻ്റെ കീഴിലുള്ള IAS ഓഫീസറോട് ഒന്നും ഈ പ്രോട്ടോകോൾ ഒന്നും ചോദിക്കാതെ പ്രോട്ടോകോൾ ഓഫീസറെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യവസായം അല്ലെങ്കിൽ കള്ളക്കടത്ത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ചെയ്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻ പൂർവാശ്രമം ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം പറഞ്ഞാൽ എന്തിനാണ് രാജേഷിന് പൊള്ളുന്നത്? അത് നല്ലതാണെങ്കിൽ അംഗീകരിക്കേണ്ടതല്ലേ? അപ്പൊ പൂർവാശ്രമം തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ആ പൂർവാശ്രമത്തിന്റെ ചരിത്രമുള്ള ആളുകൾ എന്തിന് ഇത്തരത്തിൽ ഖുറാൻ ഭരണഘടന പറയാത്ത കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത്തെ ഒരു കാര്യം കൊണ്ടുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ടി വി രാജേഷ്, താങ്കൾക്ക് അതിനുള്ള മറുപടികൾ പറയാം രണ്ടുപേരുടെയും ആക്ഷേപത്തിന്. ഇതിൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട ശ്രീ UA ലത്തീഫ് അദ്ദേഹം ഈ വിഷയത്തിൽ കേന്ദ്രീകരിക്കണം. എൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ജലീലിനെതിരായിട്ട് ഇതുവരെയും ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും തെളിയിക്കാൻ അതിന് കാര്യമായി എന്തെങ്കിലും എവിഡൻസ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇപ്പം നടന്ന കേസല്ല ഇത്. ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഇത് ഈ പറയുന്ന കോൺസുലേറ്റ് വഴി വന്നിട്ടുള്ള മതഗ്രന്ഥങ്ങൾ അത് വേറൊരു സംഭവമാണ്. നമുക്കറിയാം അവിടെ ഇരിക്കുന്നത് കസ്റ്റംസുകാരാണ്, അല്ലാതെ ജലീൽ മിനിസ്റ്ററുടെ സ്റ്റാഫ് അല്ല. ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ പരിശോധിച്ച് ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിലെ ആളല്ല അവിടെ ഇരിക്കുന്ന ആരാ? കസ്റ്റംസുകാരാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഒരു വർഷത്തിലേറെയായി. കസ്റ്റംസ് എന്ത് ചെയ്യുകയായിരുന്നു? കസ്റ്റംസ് ആരുടെ കയ്യിലായിരുന്നു? അപ്പോൾ ഇത്രയും കാലമായിട്ട് എന്തേ അന്വേഷിക്കാതിരുന്നത്? ഈ സംഭവം അന്വേഷിക്കാൻ ഈ 1.5 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇനി രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞു പൂർവാശ്രമത്തെക്കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഗോവയിൽ, മണിപ്പൂരിൽ, ത്രിപുരയിൽ, കർണാടകത്തിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ ഞാൻ എണ്ണി പറയണോ? പൂർവാശ്രമം തെറ്റാണെങ്കിൽ ഇന്ന് BJPയുടെ മന്ത്രിസഭ പലതും അവിടെ ഉണ്ടാവുമോ? എത്ര പേരെ പൂർവാശ്രമം ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത, നേരിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ശ്രീ ടി വി രാജേഷ് അതിൽ തുടരണമെങ്കിൽ തുടരാം രണ്ടുപേർക്കും. ഞാൻ പക്ഷേ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ ടി വി രാജേഷ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു നിമിഷം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് വന്നു. ശ്രീ ടി വി രാജേഷ് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടത് അതീവ ഗൗരവതരമായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ്. അത് സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും ഒരു ചോദ്യം ചെയ്യൽപ്പെടൽ പോലെയല്ല എന്ന സംഗതി അവിടെയുണ്ട്.
അതിന് മറുപടി നൽകേണ്ടതല്ലേ? രണ്ടാമത്തേത്, ഈ മതഗ്രന്ഥം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ശ്രീ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയതമായിട്ടുള്ള വഴികളുണ്ട്. ആ വഴികൾ അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം അത് അറിയാൻ ബാധ്യതപ്പെട്ട സ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ വഴി പാലിച്ചില്ല. ഈ രണ്ട് കാരണങ്ങൾ മതി അദ്ദേഹത്തോട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ CPM ആവശ്യപ്പെടാൻ. അല്ല, ഇതിനകത്ത് ഏത് പർപ്പസിലാണ് അദ്ദേഹത്തെ മൊഴിയെടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിൽ നിന്ന് ക്ലാരിഫിക്കേഷനാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എവിഡൻസ്, സോളിഡ് എവിഡൻസ് അവരുടെ കയ്യിലുണ്ടോ? ആ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ED ആണ്. ഈ പറയുന്ന ശിവശങ്കരനോ അല്ലെങ്കിൽ ശ്രീ ലത്തീഫിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർക്കോ ഈ നിമിഷം വരെ അത്തരം ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എന്ത് ലിങ്കാണ് ഈ കാര്യത്തിലുള്ളത്? ഒരു കോൺസുലേറ്റിൽ ജോലിക്കാരിയായിരുന്ന ഒരാളെ ഫോണിൽ വിളിച്ചു. ഇതാണല്ലോ തെറ്റെന്ന് പറയുന്നത്. അവർ കോൺസുലേറ്റിൽ ജോലിക്കാരിയായിരുന്നില്ലേ? UAE നമ്മുടെ സൗഹൃദ രാജ്യമല്ലേ? മലയാളികളായിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമല്ലേ UAE എന്ന് പറയുന്നത്? അവിടെ കോൺസുലേറ്റ് ഇരിക്കുമ്പോൾ അവരുടെ ജാതകം നോക്കിയിട്ട് അവരുടെ ജാതകം നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അവർ ജോലിക്കാരായിരിക്കുമ്പോഴാണ് കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. കോൺസുലേറ്റ് ആണ് അവരൊന്ന് ഒഴിവായതിനു ശേഷവും അവരുപയോഗിച്ചത്. അപ്പോൾ കോൺസുലേറ്റിനെ കുറിച്ച് അന്വേഷിക്കണം, അറ്റാഷിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഫൈസൽ ഫരീദ് എവിടെ പോയി? എന്തുകൊണ്ട് ഫൈസൽ ഫരീദിനെ വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നില്ല? എന്തുകൊണ്ട് EDയുടെ വക്കീലിനെ മാറ്റി? എന്തുകൊണ്ട് ഇടക്ക് വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി? ഞാൻ പറയട്ടെ, ഇതിൽ യഥാർത്ഥത്തിൽ അന്വേഷണം നടന്നാൽ അന്വേഷണം എത്തുന്ന എവിടത്തേക്കാണ്? ഇതിന്റെ വേര് കുന്താപുരത്താണ്. നിങ്ങൾക്കറിയാലോ, V മുരളീധരൻ ഇതിൽ പ്രതിയാകുമോ? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. MD രമേശ് പ്രതികരിക്കുന്നില്ല, AN രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നില്ല, കുമ്മനം രാജശേഖരൻ പ്രതികരിക്കുന്നില്ല. സുരേന്ദ്രനും രാജേഷും കുറച്ചാളുകളും ചാനലിൽ വന്ന് വിയർക്കുന്നുണ്ട്. പത്രസമ്മേളനം ഉന്നയിച്ച് അവര് ആവുന്ന വിധത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ വിഷയം എന്താണ്? NIA പറഞ്ഞു നയന്ത്ര പാക്കേജ് ആണെന്ന്. പക്ഷെ മുരളീധരൻ പറയുന്നു അല്ല. യഥാർത്ഥത്തിൽ ഇതിൽ വിരളി കൊണ്ട് നിൽക്കുന്നത് ആരാണ്? വെകളി പിടിച്ചു നിൽക്കുന്നത് ആരാണ്? BJP ആണ്. ശ്രീ രാജേഷ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ശിവശങ്കർ താങ്കൾക്ക് വിശദമായിട്ട് കാര്യത്തിൽ മറുപടി നൽകേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ശ്രീ ലത്തീഫ്, ഞാൻ താങ്കളിലേക്കും വരാം. ഇടയ്ക്ക് താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറി ഇടപെട്ടിരുന്നു. താങ്കൾക്ക് മതിയായ സമയം കിട്ടും. ഞാൻ വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ശിവശങ്കർ, ഞാൻ താങ്കളിലേക്ക് രണ്ടാമതായിട്ട് വരാം. ശ്രീ ലത്തീഫ്, ഇവിടെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ഗൗരവമൊന്നും എന്തായാലും ഇപ്പോഴും ഇല്ല എന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ടല്ലോ. ഈ മതഗ്രന്ഥം കൊണ്ടുവന്നു എന്നത് മാത്രമായിട്ട് കുറ്റമായിട്ട് കാണാനാവുകയില്ല. അതൊരു കുറ്റമാണെങ്കിൽ എന്ത് മറുപടിയായി ഒന്നും പറയില്ല. അപ്പോൾ ഞാനത് പറയാം. ഇത് നമ്മൾ ഇവിടുത്തെ ജലീലിനെതിരായിട്ടുള്ള ആക്ഷേപം ഒരു മതഗ്രന്ഥം കൊണ്ടുവന്നു എന്നുള്ളതല്ല. മതഗ്രന്ഥം കൊണ്ടുവന്നു ഒരു നിമിഷം ഇടപെടല്ലേ, അദ്ദേഹം സംസാരിക്കട്ടെ. പറഞ്ഞോട്ടെ. ആരാണ് രാജേഷ് എന്താ പറഞ്ഞു സംസാരിച്ചു സമ്മതിക്കുക രാജേഷേ? ഇതുവരെ നമ്മൾ കേട്ടിരുന്നില്ലേ? അതായത് 4470 എന്നത് ആരോടായി പറയുന്നത്? ജനങ്ങൾ കേൾക്കണില്ലേ രാജേഷേ? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ ഈ പറയുന്ന അർത്ഥം? കൊണ്ടുവന്നത് ഖുർആൻ അല്ല, അതിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടും വരെ നമ്മൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നതെന്ന് മാറി നിൽക്കണ്ടേ? അതിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നോ എന്ന് ഒന്ന് അന്വേഷിച്ചോട്ടെ എന്നല്ല പറയണത്. അതല്ല ED ചെയ്യണത് എന്ന്. അതാണല്ലോ കംസ് ചെയ്യണത്. അപ്പൊ അന്വേഷിക്കുന്ന സമയത്തൊന്ന് മാറി നിൽക്കണ്ടേ? അല്ലെങ്കിൽ എന്താവും? പോലീസ് അറിയാതെ, സ്പെഷ്യൽ ബ്രാഞ്ച് അറിയാതെ, സിറ്റി പോലീസ് കമ്മീഷണർ അറിയാതെ, അതുപോലെ ED ഓഫീസിലെ ലീഗൽ സെൽ അറിയാതെ മെല്ലെ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് ഒറ്റക്ക് പോയി അവർ മുമ്പിൽ ഹാജരാകുക ചെയ്തത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അതിൽ മുഖ്യമന്ത്രി സഹായിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ശിവശങ്കർ, ഇവിടെ അദ്ദേഹം ശ്രീ TV രാജേഷ് മുന്നോട്ട് വെച്ച വിമർശനത്തിന് താങ്കൾക്ക് മറുപടി പറയേണ്ടതുണ്ടല്ലോ. ശ്രീ ശിവശങ്കർ, ഇവിടെ പലതവണയായിട്ട് ആവർത്തിക്കുന്നതാണ് അവരത്. അതായത് BJPയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള പുകപടലങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടല്ല എന്നാണ് TV രാജേഷിന്റെയും CPMന്റെ ആകെയും ആക്ഷേപം. BJPയിലേക്ക് വരുന്നത് കൊണ്ട് ഒരു BJP നേതാവിനും അദ്ദേഹം എണ്ണി പറഞ്ഞ BJPയുടെ ഒരു നേതാക്കൾക്കോ അല്ലെങ്കിൽ ശ്രീ മുരളീധരനോ ഒരു പ്രശ്നവുമില്ല, സ്വാഗതം. പിന്നെ കേരളത്തിൽ ഇത്രയും കള്ളക്കടത്ത് കടന്നിട്ട് സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിന് ഇൻ്റലിജൻസിന് ഒന്നും കണ്ടുപിടിച്ച് കേസെടുക്കാൻ പറ്റാത്തത് BJPയോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ലല്ലോ. സംസ്ഥാനത്ത് പിണറായി വിജയൻ്റെ IBയും ഇൻ്റലിജൻസും ക്രൈം ബ്രാഞ്ചും ഒക്കെ അല്ലേ.
അപ്പോൾ പിന്നെ ഇനി സെൻട്രൽ ഇൻ്റലിജൻസ് വന്നിട്ട് ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഏജൻസിയോടുള്ള വലിയൊരു ബഹുമാനവും ഞങ്ങൾക്കുള്ള ഒരു വലിയ സാക്ഷ്യപത്രവുമല്ലേ. ഞാനതിനെ അംഗീകരിക്കുന്നു, വലിയ ഒരു പ്രസൻറ്റേഷനായിട്ട് തന്നെ അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഏജൻസിയോടുള്ള ആ വിശ്വാസത്തെ. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ഒന്ന്. രണ്ട്, അദ്ദേഹം നിരന്തരം പറയുന്നത് ഈ കള്ളക്കടത്ത് കേസിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇതാണ് CPM നേതാക്കൾ നിരന്തരം ചോദിക്കുന്നത്. എന്തൊരു അർത്ഥശൂന്യമായ ക്വസ്റ്റ്യനാണ് ഇത്. ഖുറാന് പകരം കള്ളക്കടത്താണ് അല്ലെങ്കിൽ സ്വർണ്ണമാണ് കൊണ്ടുവന്നതെന്ന് തെളിവുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങളത് ഇഡിക്കും NIAക്കും കൊടുത്തേനെ. അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അറസ്റ്റ് ചെയ്തേനെ. ഇതിനൊന്നും കാത്തു നിൽക്കില്ല. അപ്പോൾ തെളിവുണ്ട്. പിന്നെ എന്തുകൊണ്ട് സംശയമുണ്ട്, ശക്തമായ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ വിളിച്ചത്. ഈ മന്ത്രിസഭയിൽ മറ്റു മന്ത്രിമാരുണ്ടല്ലോ, മുസ്ലിമായ മറ്റു മന്ത്രിമാരുമുണ്ട്. പക്ഷെ അവരാരെയും വിളിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ശ്രീ ജലീലിനെ തന്നെ വിളിക്കുന്നു? കാരണം ഈ വ്യക്തി ജലീൽ നടത്തിയ തെറ്റായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണഘടനാപരമായ വീഴ്ചയും അതുപോലെ കള്ളക്കടത്തും ഇതിനകത്തുണ്ട് എന്ന് ശക്തമായ സൂചനകൾ ഉള്ളത് കൊണ്ടാണ് പ്രോട്ടോക്കോളിൽ എത്രയോ വലിയ ഉയർന്ന ഒരു ഉന്നതനായ മന്ത്രിയെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ സനീഷെ, അതിൽ കൃത്യമായ സംശയമുണ്ട് അല്ലെങ്കിൽ തെളിവുകളുണ്ട്. അല്ലാണ്ട് ED ഒന്നും അങ്ങനെ ചോദ്യം ചെയ്യില്ല. പിന്നെ ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ അദ്ദേഹം പോയെടുത്തേനെ. ED അവിടെ പോയിട്ട് ക്ലാരിഫിക്കേഷൻ എടുക്കും. മന്ത്രി പറയും ഇങ്ങോട്ട് വരാൻ. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി അതല്ല, ക്ലാരിഫിക്കേഷൻ തന്നെയാണെന്ന് വിചാരിക്കൂ. നേരത്തെ എൻ്റെ സുഹൃത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ചോദിച്ചതുപോലെ എന്തിന് തലയിലും മുണ്ടിട്ട് പോകുന്നു? സ്വന്തം വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇതാ എന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നു, ഞാനിതാ എത്തിയിരിക്കുന്നു, ഇതാണ് സത്യം, എന്നെ തൂക്കിക്കൊല്ലൂ എന്നല്ലേ അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അപ്പം ഇതൊന്നും നീതിയുമായും ഇവിടുത്തെ നിയമവുമായോ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുമായോ യോജിക്കുന്നില്ല. ഇതാണ് സത്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ജലീലിന് പണ്ട് തൊട്ടേ ഇവർ ഒരു മിനിറ്റ് സാർ, ഒരൊറ്റ മിനിറ്റ്. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം പറയട്ടെ വന്നാണ്. ജലീലിന് ഇവർ ജയരാജന് കൊടുക്കാത്ത പല സൗകര്യങ്ങളും പണ്ട് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓർമ്മ വരുന്നത് നവകേരള മാർച്ച് 2016 ജനുവരി 15 CPM ബഹുമാനപ്പെട്ട അന്നത്തെ പിണറായി വിജയൻ നടത്തിയ മാർച്ചാണ്. അദ്ദേഹമായിരുന്നു ജാഥ ക്യാപ്റ്റൻ. ജാഥയിലെ സ്ഥിരാംഗത്വങ്ങളിലുണ്ടായിരുന്നല്ലോ. ആരൊക്കെയാണ്? MV ഗോവിന്ദൻ മാഷ്, JJ ജോസഫ് സാറ്, PK ബൈജു, സമ്പത്ത്, പിന്നെ PK സൈനബ, കൂടാതെ CPM മെമ്പർ അല്ലാത്ത KT ജലീലും. എന്തിനാണ് KT ജലീലിനെ വരുത്തിയത്? അവരുടെ സ്വാതന്ത്ര്യമല്ലേ ശ്രീ ശിവശങ്കർ? അവരുടെ പാർട്ടിയുടെ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന സ്വാതന്ത്ര്യം അങ്ങനെയല്ല. അല്ലല്ല, അതാണ് സനീഷ്. പറയൂ. ഇല്ല സനീഷെ ചിരിച്ചു തള്ളരുത്. സനീഷ് അങ്ങനെ പറയുമ്പോൾ സംസ്ഥാനത്തെ CPM യാത്രകളിൽ ജാഥ ക്യാപ്റ്റനോടൊപ്പം പൂർണ്ണ സമയം പങ്കെടുക്കുന്നത്, ജാഥ ക്യാപ്റ്റനോടൊപ്പം നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കളായിരുന്നു. അതിൽ വേണമെങ്കിൽ ഒരു മുസ്ലിമിനെ പെടുത്തണം എന്ന് വെച്ചാൽ സൈനബ ടീച്ചർ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ കൊലപാതക കേസൊന്നും പെട്ട ആളൊന്നും അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം ഒരു നേതാവാണ്, നന്നായി സംസാരിക്കുന്ന ആളാണ്, അക്കാഡമിക്കാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് തോന്നുന്ന ആളാണ്. അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടിയിൽ മുന്നിൽ നിർത്തണമെന്നൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതവിടെ നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ TV രാജേഷ്, പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ശ്രീ TV രാജേഷ്, ഒരു മിനിറ്റ് കൂടി. സാധാരണ CPM നേതാക്കൾക്കറിയാം അങ്ങനെ സംഭവിക്കാറില്ല. ഒരു പാർട്ടി കേഡർ എന്ന നിലയിൽ ഇവിടത്തെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, സനീഷിനും മനസ്സിലായി ഞാൻ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന്. ഇല്ല, എനിക്ക് ഞാനേതായാലും ആ അഭിപ്രായത്തോട് ചേരുന്നില്ല. പക്ഷേ ശ്രീ TV താങ്കൾക്ക് അതൊന്ന് വിശദീകരിച്ച് പോകാം. എനിക്കെന്തെങ്കിലും അത്ഭുതം തോന്നുന്നില്ല. അദ്ദേഹം ഇങ്ങനെ തൊട്ടുകൂടാത്ത ഒരാളാണ് എന്ന അഭിപ്രായം എന്തായാലും നമ്മുടെ സംസ്ഥാനത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അദ്ദേഹം. എനിക്ക് അങ്ങനെ എന്തായാലും ഒരു അഭിപ്രായമില്ല. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. TV രാജേഷ്, താങ്കൾക്ക് അതിനുള്ള വിശദീകരണം ഒന്ന് നൽകി പോകാം. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ശ്രീ ശിവശങ്കറും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും സംസാരിച്ചു. അവർ 2 പാർട്ടിയിലാണെങ്കിലും അവർ സംസാരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്, ഒരേ ശൈലിയിലാണ്. തീർച്ചയായിട്ടും ഇക്കരയാണ് എൻ്റെ താമസം, അക്കരയാണ് എൻ്റെ മാനസം എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ പോയിന്റിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം എന്താ പറഞ്ഞ അദ്ദേഹം? കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയാണ്. വെയിറ്റ് സാർ, ഒരു മിനിറ്റ്. നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, തലയിൽ മുണ്ടിട്ടൊന്നും പോയിട്ടില്ല. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗിക്കുമ്പോൾ അതിന് കൊഴുപ്പ് കൂട്ടാൻ ആലങ്കാരികമായ പ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അദ്ദേഹം പോയി, ED അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ചോദിക്കുന്ന ഇപ്പോഴുള്ള നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയെങ്കിൽ നിങ്ങൾ പറയണം. നമ്പർ 1, ഏത് പർപ്പസിൽ ചോദ്യം ചെയ്തു? അത് ക്ലാരിഫിക്കേഷന് വേണ്ടിയാണോ? അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ഇപ്പോൾ വിശുദ്ധ ഖുറാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ UA ലത്തീഫിന്
ഇപ്പോൾ വല്ലാത്ത ഒരു പരിഭ്രമം ഉണ്ടായിട്ടുണ്ടാകും. കാരണം അദ്ദേഹം പറയാം അതിനെക്കുറിച്ച് ഒന്നും പറയരുത് എന്നൊക്കെ അദ്ദേഹം പറയാം. ഞാൻ പറയട്ടെ, കസ്റ്റംസ് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചു കേരളത്തിലെ ഏജൻസിയുടെ കീഴിലല്ല. ആണെങ്കിൽ എന്താകുന്നു? കേരളത്തിലെ ഏജൻസിയുടെ കീഴിലല്ല എയർപോർട്ട്, കസ്റ്റംസ് ആണ് ഇത് ക്ലിയർ ചെയ്യേണ്ടത്. ഇത് ഈ കഴിഞ്ഞ മാസം സംഭവിച്ചതല്ല, ഈ കഴിഞ്ഞ ജനുവരിയിലോ ഫെബ്രുവരിയിലോ സംഭവിച്ചതല്ല. ഈ വാദങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചത് ആവർത്തിക്കുകയാണ് ശ്രീ ടി വി രാജേഷ്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നും താങ്കൾ മറുപടി നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇ.പി. ജയരാജന് ലഭിക്കാത്ത ആനുകൂല്യം ഇദ്ദേഹത്തിന് ലഭിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല താങ്കൾക്ക്. ഞാൻ പറയട്ടെ, അതെ, ഞാൻ അല്ലല്ല ശ്രീ ഇ.പി. ജയരാജന്റെ കേസ് തമ്മിൽ എന്താ ബന്ധം? അതേ ഒന്ന് വിശദീകരിക്കട്ടെ, എന്താ ബന്ധം? ഇതിൽ ഒരു ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനാണോ മൊഴിയെടുക്കാനാണോ അല്ല ക്ലാരിഫിക്കേഷൻ ആണോ എന്ന് ഇ ഡി പറഞ്ഞിട്ടില്ല. അത് പറയട്ടെ, അദ്ദേഹം ഈ കേസിൽ പ്രതിയാണ്. ഒരു നിമിഷം ചില കാര്യങ്ങൾ പറയാതെയല്ലേ ശ്രീ ടി വി രാജേഷ് അറിയുക. ശ്രീ ശിവശങ്കരൻ ചൂണ്ടിക്കാണിച്ചല്ലോ, അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങളൊന്ന് സമയം തരൂ, ഞങ്ങൾ അങ്ങോട്ട് വരാം, എന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരൂ എന്നല്ല സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ഇവരുടെ ആസ്ഥാനത്തേക്ക് മന്ത്രിയോട് വരാൻ പറയുകയാണ്. അതിഗൗരവതരമായ ഒരു സാഹചര്യമാണത്. സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിയെ വിളിച്ചു വരുത്തുകയാണ് ഇ ഡി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിലല്ല പോയത്, ഒളിച്ചാണ് പോയത്. ഞാൻ മാധ്യമങ്ങളോട് ഞാൻ പോയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞല്ല പോയത്. ഗൗരവമില്ല എന്ന് പറയരുത് ശ്രീ ടി വി രാജേഷ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വൈദ്യുതി ഇടപാടിൽ കോടികളുടെ അഴിമതി നടത്തിയ രമേഷ് പൊക്രിയാൻ, അദ്ദേഹത്തിന്റെ കേസ് ഇപ്പോൾ നിങ്ങൾ ആവിയാക്കി, അദ്ദേഹത്തെ മാനവശേഷി മന്ത്രിയാക്കിയില്ലേ? നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കറപ്റ്റായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് മാധ്യമങ്ങൾ ഒന്നടക്കം പറഞ്ഞ യെദ്യൂരപ്പ ജയിൽ കടന്നയാൾ കർണാടകയിലേക്ക് പോവുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ പിറ്റേ ദിവസം ബി.ജെ.പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആക്കിയില്ലേ? ഞാൻ പറയല്ല, കർണാടകത്തിലേക്ക് പോകുന്നതല്ല, ബി.ജെ.പി അഖിലേന്ത്യാ പാർട്ടിയല്ലേ. ഞാൻ ചോദിക്കുന്ന ഇവിടെ ജയിൽ കടന്നവരെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ പാർട്ടിയുടെ നേതാവ് ധാർമ്മികതയെ കുറിച്ച് പറയുമ്പോ ചില കാര്യങ്ങൾ ഞങ്ങൾ അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം ശ്രീ ടി വി രാജേഷ്. ഞാൻ താങ്കൾക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഏത് പർപ്പസിൽ അത് വരട്ടെ, വെയിറ്റ് ആൻഡ് സീ. അല്ല, അവിടെ വെയിറ്റ് ആൻഡ് സീ, അത് CPM-ന് അങ്ങനെ കാത്തിരുന്ന് കാണാം ശ്രീ ടി വി രാജേഷ്. പക്ഷേ ഈ പറയുന്നത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. നമുക്കിപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ ചോദിക്കുന്നത്. പക്ഷേ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട് ശ്രീ ടി വി രാജേഷ്. എന്തുകൊണ്ടാണ് വാഹനം ഉപേക്ഷിച്ച് ഒളിച്ചു പോയത്? ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിരുന്നെങ്കിൽ ഞാനിതാ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇ ഡി അങ്ങോട്ട് സമയം ചോദിച്ചു മന്ത്രിയുടെ ഓഫീസിൽ വന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയല്ലേ ചെയ്തത്? ഗൗരവതരമല്ലേ? ഞാൻ പറയട്ടെ, എത്രയോ പേര് രാജ്യത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ബി.ജെ.പി നേതാക്കളായ രമേഷ് പൊക്രിയാനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആസാമിലെ മുഖ്യമന്ത്രി മുൻ കോൺഗ്രസ് നേതാവ് ഹേമന്ത് വിശ്വാസ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നേതാവല്ലേ അവിടുത്തെ, അതേ അഴിമതി കേസിൽ പ്രതിയായിരുന്നില്ലേ? എത്ര പേരുണ്ട്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഇവിടെ കേസിൽ പ്രതിയായി ജയിൽ കിടന്നവരെ ന്യായീകരിക്കുന്ന UDF. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ശാരദ ചിട്ടി ഫണ്ട് കേസിൽ മമതാ ബാനർജി തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI വന്നപ്പോൾ പുറത്തിറങ്ങി തടഞ്ഞു. അന്ന് മുസ്ലിം ലീഗ് നേതാവായ KM ഷാജി നിയമസഭയിൽ പറഞ്ഞ എന്താണെന്നറിയോ? വെറും ഒരു പെണ്ണായ മമതാ ബാനർജിയുടെ എങ്കിലും ധൈര്യമുണ്ടോ പിണറായിക്ക് എന്നാണ്. മമതാ ബാനർജിയെ ഗ്ലോറിഫൈ ചെയ്തു മുസ്ലിം ലീഗ്. അപ്പൊ ഈ കാര്യത്തിൽ ഇവർക്ക് ധാർമ്മികതയൊന്നുമില്ല. ഇതൊക്കെ വൃഥാ ആരോപണങ്ങളാണ്. ഒരു പുകപകരം സൃഷ്ടിക്കുക. എടുക്കുന്ന കേസുകളെല്ലാം ഗൗരവമുള്ള കേസുകളാണ്. ഇ ഡി അങ്ങനെ ചുമ്മാ എന്തെങ്കിലും കേസെടുക്കില്ല, ഗൗരവമുള്ള കേസുകളെ അവരെടുക്കുകയുള്ളൂ. ആ ഇ ഡി പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി അവിടെ ആരോഗ്യമന്ത്രിയെ ചോദ്യം ചെയ്തു. പക്ഷെ അവരാരും സ്ഥാനമൊഴിഞ്ഞിട്ടില്ല, അവരൊക്കെ ഇപ്പോഴും തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ അല്ലേ ഇപ്പോഴും ഡൽഹിയുടെ മുഖ്യമന്ത്രി. അപ്പോൾ പിന്നെ താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ ആളാണ് ഈ പറയുന്ന ജലീൽ. അദ്ദേഹത്തോടുള്ള തീരാത്ത പകയാണ് നിങ്ങളെ ഇതിനെ നയിക്കുന്നത് എന്നാരെങ്കിലും വിചാരിച്ചാൽ എന്ത് മറുപടിയാകും നൽകുക? അതിന് ഇതല്ലല്ലോ വേണ്ട, അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, ഇതല്ലല്ലോ ഇത് ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ, ഇവിടെ KT ജലീലിനെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു, എന്തുകൊണ്ട് ആ സംരക്ഷണം ഇ.പി. ജയരാജന് കൊടുത്തില്ല എന്ന് വല്ല മറുപടി രാജേഷിൻ്റെ അടുത്തുണ്ടോ? 2, നിങ്ങളെല്ലാം ശരിയാക്കാൻ കയറിപ്പോയവരല്ലേ, എന്നിട്ട് ഇപ്പം പറയണം അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എങ്ങനെ, അതല്ലല്ലോ. ഇവിടെ ഒക്കെ ശരിയായോ? ഇവിടെ എന്തേ ശരിയായത്? അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 20-19 UDF ജയിച്ചത്. UDF വളരെ മോശമാണെന്നാണ് നിങ്ങൾ പറയരുത്. അപ്പോൾ അതല്ല പ്രശ്നം. KT ജലീലിനെ ചോദ്യം ചെയ്യുന്നത് ഇവിടെ NIA-യും അതുപോലെ തന്നെ ED-യും കസ്റ്റംസുമാണ്.
അവർ ഈ വിവരങ്ങൾ അറിയാനാണ്. ഈ നയതന്ത്ര ബാഗിൽ എന്തായിരുന്നു എന്നറിയണം. അതെല്ലാം പറയണ്ട. എന്തിനാ ജലീൽ ഖുർആൻ ഉപയോഗിച്ചിട്ട് വെറുതെ അതൊരു സാമുദായിക സംഗതിയാക്കി മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാ ഇതിൻ്റെ അർത്ഥം? അത് റമലാൻ നോമ്പ് ഓർക്കാൻ എന്തോ കൊണ്ടുവന്ന് അതൊക്കെ വെറുതെ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി അതൊക്കെ ഈ കാലത്ത് ആരും വിശ്വസിക്കോ? അപ്പോൾ അതല്ല അതിൻ്റെ അർത്ഥം. അതിനകത്ത് എന്തായിരുന്നു അതൊന്ന് അന്വേഷിക്കണ്ടേ? അടച്ച് പൂട്ടിയ ലോറിയുമായിട്ടാണ് ഇത് എടപ്പാളിലെ മലപ്പുറത്തേക്ക് പോയത്. എന്തായിരുന്നു അതിൽ അറിയണ്ടേ? എവിടെ കൊണ്ടേ കൊടുത്തത്? തവനൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പാർട്ടി ഓഫീസിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും ഇല്ലേ? അപ്പോൾ ആ കള്ളത്തരൊക്കെ വെറുതെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക, രാജേഷ് നിങ്ങൾക്ക് ഖുർആൻ കിട്ടില്ല. രാജേഷ് ഒന്ന് മനസ്സിലാക്കുക, കേരളത്തിലല്ല എവിടെയും എല്ലാ മുസ്ലിം വീടുകളിലും ഖുർആൻ ഉണ്ടാവും. ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജാതി ഒളിച്ചു കടത്തി കൊണ്ടുവരണ്ട, നേരെ വാങ്ങിക്കൊടുക്കാനുള്ള ആളുകളില്ലേ? എന്താണ് ഈ അവിടുത്തെ ഭരിക്കുന്ന ആളുകളോ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരോ പറയുകയാണ് ഞങ്ങൾ കുറച്ച് മതഗ്രന്ഥം തരാം, താങ്കളാണെങ്കിൽ വേണ്ട എന്ന് പറയുമോ? താങ്കളുടെ മന്ത്രിയാണെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാനാകില്ല എന്ന നിലപാടാണോ സ്വീകരിക്കുക? മതഗ്രന്ഥത്തോട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്ന് പറയുമോ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ അത് ഈ ഡിപ്ലോമാറ്റിക് ബാഗിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരല്. അല്ല, അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കൊണ്ടുവന്നത് ഇദ്ദേഹം അവിടെ നിന്ന് കൊടുത്തയച്ച ആളെ നിങ്ങളെന്താണ് ചോദ്യം ചെയ്യാത്തത്? അല്ല, മുസ്ലിം ലീഗ്, എനിക്ക് BJP പറയുന്നത് മനസ്സിലാവും. മുസ്ലിം ലീഗ് ഉറപ്പുള്ളതുകൊണ്ടാണ് ശ്രീ UA ലത്തീഫ്, ഇവിടെ മുസ്ലിം ലീഗ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ച ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് അവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ കോൺസുലേറ്റിലെ ആളുകൾ എന്തിനാണ് ഇത് ഇങ്ങോട്ട് കൊടുത്തയച്ചത്? ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി എങ്ങനെയാണ് വന്നത് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാത്തത് എന്താണ്? അതല്ല പ്രശ്നം. അത് സ്വപ്ന സുരേഷിനോടും ജലീലിനോടും ചോദിക്കണം. ഓല് രണ്ടാളും ബന്ധപ്പെട്ടല്ലോ, തമ്മിൽ ബന്ധപ്പെട്ടു. താങ്കൾക്ക് കോൺസുലേറ്റിനെയും അവിടെ നിന്ന് കൊടുത്തയച്ച ഭരണാധികാരികളെയും സംശയം ഉന്നയിക്കാനുള്ള നിലപാടൊന്നുമില്ല, അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഈ ഖുർആൻ കൊണ്ടുവരാൻ ഇങ്ങനെ ഈ കസ്റ്റംസ് നോക്കൂലല്ലോ ഡിപ്ലോമാറ്റിക് ബാഗ്. ആ മറ ഉപയോഗിച്ചിട്ട് എന്താണ് അതിൽ കൊണ്ടുവന്നത് എന്നൊന്ന് ED അന്വേഷിച്ചോട്ടെ, NIA അന്വേഷിക്കട്ടെ. ആ സമയത്ത് ഒന്ന് മാറി നിന്നൂടെ എന്ന ചോദ്യം അത് TV രാജേഷിന് ഉറക്കെ ചോദിക്കുക. നമ്മൾ വീണ്ടും അത് വളരെ ശക്തിയായി ചോദിക്കുക. അല്ല, അപ്പോൾ ചിദംബരം അങ്ങനെയല്ലേ, മറ്റൊരുത്ത് ഇങ്ങനല്ലേ, ഉമ്മൻചാണ്ടി അതല്ലല്ലോ പ്രശ്നം. ഈ വ്യക്തമായ ഒരു ചോദ്യത്തിന് എന്താ നിങ്ങൾ മറുപടി? ഇത് കേരളം മുഴുവൻ കേൾക്കണില്ലേ? വീണ്ടും ചോദിച്ചല്ലോ ഞങ്ങളോട്. EP ജയരാജനെ കൊടുക്കാത്ത അദ്ദേഹത്തെ പുറത്താക്കി. ചെറിയൊരു ഫോണിൽ നമ്മൾ AK ശശി പെണ്ണിനോട് സംസാരിച്ച പുറത്താക്കി. ഇത്ര വലിയ കുറ്റം ചെയ്യുന്ന ഇവരെ പുറത്താക്കുന്നില്ല. എന്താ ഇതിന്റെ കാരണം? രാജേഷെ ഒന്ന് പറയോ, ജനങ്ങളൊന്ന് കേട്ടോട്ടെ. ശരി, രാജേഷ് ഇത് പറയണം. ശ്രീ ശിവശങ്കർ, ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. രാജേഷിലേക്ക് ഒന്ന് അവസാനം വരാം. ശ്രീ ശിവശങ്കർ, ഇവിടെ എന്തായാലും രാജിയിലേക്ക് പോവുകയില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട്. ED തന്നെയും ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് CPM-ന്റെ ഭാഗത്ത് നിന്ന് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ അതുണ്ട്. ED എങ്ങനെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുക എന്നത്? ഇത് രാഷ്ട്രീയമായിട്ട് സംഗതികൾ ഉപയോഗിക്കുകയാണ് എന്ന ആക്ഷേപത്തിലേക്ക് പതുക്കെ CPM എത്തുകയാണ്. നേരത്തെ അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ ED ഇപ്പോൾ സ്ഥിരീകരിച്ചതിലൊരു അഭംഗി അവർ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെയൊക്കെ സമരം കൊണ്ട് ഇദ്ദേഹം രാജിവെക്കുമെന്നൊരു ബോധ്യം, തോന്നൽ ഉണ്ടോ? രാജിവെക്കേണ്ടി വരും ജലീൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾ അത്ര രോഷാകുലരാണ്. CPM അത്ര മണ്ടത്തരം കാണിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ CPM-നോ സഖാവ് പിണറായി വിജയനോ ജലീലിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ധൈര്യമില്ല എന്നത് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഇത്രയേറെ ഭീതിയാണോ ജലീലിനെ, അല്ലെങ്കിൽ ജലീലാണോ പിണറായി വിജയനെ നിയമിച്ചത് എന്നുള്ളതാണിപ്പോൾ ജനങ്ങളുടെ സംശയം. പിന്നെ എനിക്ക് രാജേഷ് പറയുമ്പോൾ, രാജേഷ് ഇത്തരത്തിൽ സത്യത്തെ ചില അസത്യവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഡൽഹി CM-ന്റെ ഓഫീസിൽ ED കയറുന്നത് എന്തിനാ രാജേഷേ? അത് അരുൺ ജെയ്റ്റ്ലി, അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലി അവിടെ പറഞ്ഞ ക്രിക്കറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അവിടെ ഒരു ടിക്കറ്റ് വിൽപ്പനയെക്കുറിച്ചുള്ള ആരോപണമായിരുന്നു. അത്ര നിസ്സാരമാണോ ശ്രീ ജലീലിനെ കുറിച്ച് ഇന്ന് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം? അപ്പോൾ അതല്ല പ്രശ്നം. രണ്ട്, താങ്കൾ നേരത്തെ ഉന്നയിച്ച ആരോപണം, ഞാൻ താങ്കളുടെ ഓരോ ആരോപണവും ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. EDയുടെ അഡ്വക്കേറ്റിനെ മാറ്റി താങ്കൾ വായിച്ചിരുന്നില്ലേ മാതൃഭൂമി, മനോരമ അടക്കമുള്ള ഒരു പത്രവും എന്തിനാണ് EDയുടെ അഡ്വക്കേറ്റിനെ മാറ്റിയതെന്ന്?
കസ്റ്റംസ് അടക്കമുള്ള ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തത് കൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്ന് അറിഞ്ഞില്ലേ? പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ കസ്റ്റംസ് എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ അന്ന് ബൈബിൾ വന്നപ്പോൾ ചോദ്യം ചെയ്തില്ല എന്ന ആരോപണവും താങ്കൾ BJPക്കെതിരെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര ഭരണത്തിൽ കീഴിൽ വന്നിട്ടും കസ്റ്റംസിലെ പല ഉദ്യോഗസ്ഥരും ഇവിടെ രാജപിണ്ഡങ്ങളെപ്പോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നു നമ്മൾ കണ്ട കാര്യമല്ലേ? എന്തുകൊണ്ട് ഇവിടുത്തെ ഓരോ BJPയുടെ ഡയറക്റ്റ് ബന്ധമില്ലാത്ത അനിൽ നമ്പ്യാരെ കുറിച്ചുള്ള ഒരു മൊഴി വരെ ചോർത്തി നൽകുവാൻ ആ കസ്റ്റംസിലെ കമ്മീഷണറടക്കം തയ്യാറാകുന്നു എന്നുള്ളത് ഈ കസ്റ്റംസിലെ പുഴുക്കുത്തിനെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ അംഗീകരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ കസ്റ്റംസിനെതിരെയും സമരം ചെയ്യാം, രാജേഷ് വരൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം ധൈര്യമില്ല. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലീലിനെ വെള്ളപൂശാനുള്ള ഒരു വലിയ ശ്രമമാണ് പാർട്ടി മെമ്പറല്ലാത്ത പഴയ മുൻകാല ആശ്രമം വരെ താങ്കൾക്ക് പറയാൻ മടിയുള്ള ജലീലിനെ താങ്കൾക്ക് ജയരാജനേക്കാൾ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പേര് ഭയമെന്നാണ് രാജേഷേ, ഭയമെന്നാണ്. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പല ഫയലുകളും അല്ലെങ്കിൽ ഈ കള്ളക്കടത്തിനും മുഖ്യമന്ത്രി തന്നെ കൂട്ടുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. താങ്കളുടെ മുഖ്യമന്ത്രിയുടെ മുട്ടുകാലം കൂട്ടിയിടിക്കുന്നു എന്ന് തന്നെയാണ് സംശയം. ശരി, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ശ്രീ TV രാജേഷ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹത്തിന് കണ്ണൂരിലെയും CPMന്റെ കേരളത്തിലെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ EP ജയരാജന് കിട്ടാത്ത ആനുകൂല്യം KT ജലീലിന് നൽകുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിലൂടെ നടപ്പാക്കേണ്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മുട്ടുപിറക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് KT ജലീലിന് ഇപ്പോഴും മന്ത്രിയായി തുടരാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ സമരത്തിന് മുന്നിൽ ആ തീരുമാനം മാറ്റേണ്ടി വരും. ഇതാണ് അവർ പറഞ്ഞു നിർത്തിയത്. ശ്രീ TV രാജേഷ്, നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ മുട്ട് പുറക്കാതിരിക്കണമെങ്കിൽ കേരള പോലീസല്ലല്ലോ അന്വേഷിക്കുന്നത്, മോഡിയുടെ കേന്ദ്ര ഏജൻസിയിലെ അന്വേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തിനാ പിണറായി വിജയൻ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ കയ്യിലല്ലേ എല്ലാ ഏജൻസികളും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന വിധത്തിൽ അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടതാണ്. ആ അന്വേഷണമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്കൊരു പ്രയാസം ആ കാര്യത്തിലില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രിയെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഹേമന്ത് ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി, യെദിയൂരപ്പ, റെഡ്ഡി സഹോദരന്മാർ, ശിവരാജ് ചൗഹാൻ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, വ്യാപം കേസിൽ അറസ്റ്റിലായ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, അന്ന് പ്രതിസ്ഥാനത്തുണ്ടായ ശിവരാജ് ചൗഹാന്റെ ഭാര്യ, അന്നത്തെ BJPയുടെ നേതാക്കന്മാർ, നാരായൺ റാണെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ അതിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറി. ഈ കേസൊന്നും നിസ്സാര കേസല്ല. ഈ പറയുന്ന റെഡ്ഡി സഹോദരന്മാരുടെ കേസ് നിസ്സാര കേസാണോ? ഇതൊക്കെ 10,000 കോടിയുടെ അഴിമതിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു EP ജയരാജന് കൊടുക്കാത്ത ആനുകൂല്യം ജലീലിന് കൊടുക്കുന്നു എന്ന്. EP ജയരാജനെ നിർത്തിയ സാഹചര്യമാണോ ഇതിലുള്ളത്? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഖുർആൻ വന്ന വിഷയമാണ്. നിങ്ങൾക്കിപ്പോൾ പറയുന്ന കേൾക്കുന്നേ വിശുദ്ധ ഗ്രന്ഥത്തോട് അവജ്ഞ തോന്നി തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്. ഞങ്ങൾക്കത് അറിയാം. അതൊക്കെ TV രാജേഷ് കടുത്ത ആക്ഷേപമാണ്. ചെയ്യരുത്, വേണ്ടാത്ത പറയരുത്. എല്ലാവരും കേട്ടിരിക്കട്ടെ, വേണ്ടാത്ത പറയരുത്, വേണ്ടാത്ത പറയരുത്. ഇതാണ് ബംഗാള് പോയി, ത്രിപുര പോയി, ഇതാ കേരളം പോകാൻ നിൽക്കണം. ബംഗാള് പോയി, ത്രിപുര പോയി, ഇതാ കാരണം. പറയുന്നതേ എങ്ങനെ അവജ്ഞണ്ട? ഞങ്ങൾ ഖുർആനോട് അവജ്ഞണ്ടെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ അദ്ദേഹം അത് പറയട്ടെ, അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ എനിക്ക് എന്താ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അത് വേണ്ട ശ്രീ ലത്തീഫ്, നമുക്ക് അവിടെ നിർത്താൻ മതി. അദ്ദേഹം ആ വാചകം ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. പറയൂ ശ്രീ TV രാജേഷ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയുന്നേക്കുന്നേ. ഞാൻ പറഞ്ഞ അതിൽ പെസക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ, അത് വലിയ കാര്യമുള്ളതല്ല. നമ്മളത് പറയുമ്പോഴാണ്, പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാചകത്തിന്റെ പേരിൽ നമ്മളത് കൂടുതലായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അത് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുക. ശ്രീ ലത്തീഫ്, നമുക്ക് അവിടെ വെച്ച് നിർത്താൻ മതി. അല്ലല്ല ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നതിനെ വിവാദമാക്കി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണ്. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ പോയിന്റ് എന്താ? സ്വർണത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വാചാലരാവുകയല്ലേ? സ്വർണത്തെ കുറിച്ച് പറയുമ്പോൾ
കൊഫെ ഫോസെ കേസിൽ പ്രതിയായ ജില്ലാ പ്രസിഡന്റായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കൊഫെ ഫോസെ കേസിൽ ജയിൽ കടന്ന ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഈ കേസിലെ സ്വർണ്ണക്കടത്ത് കേസിലെ 6 പേർ മുസ്ലിം ലീഗുകാരാണ്. ഇതിലെ മുഖ്യപ്രതി മാസ്റ്റർ ബ്രെയിൻ റമീസാണ്. എന്നെ നിങ്ങൾ നിഷേധിക്കാത്തത് നിങ്ങളുടെ മുൻ നേതാവിന്റെ, ഞാൻ പേര് പറയുന്നില്ല മര്യാദ കൊണ്ട്, പറയണ്ടേ രമീഷ് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞത് ദേശാഭിമാനി വന്നതിലേ ഞാൻ നോട്ടീസ് അയച്ചു. നിങ്ങൾ എഡിറ്റർക്ക്, നിങ്ങൾ രാജീവിന്, നിങ്ങൾ റിപ്പോർട്ടർക്ക് 3 ആൾ മറുപടി തന്റെ കയ്യില്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. വീണ്ടും പറയാ ചാനൽ കയറി ഇരുന്നിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഇവർക്കൊക്കെ നോട്ടീസ് അയച്ചു. ദേശാഭിമാനിയുടെ പ്രിന്റർ, പബ്ലിഷർ, അതുപോലെ തന്നെ എഡിറ്റർ, റിപ്പോർട്ടർ 3 ആളും മറുപടി തന്നു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. രമീഷ് ബന്ധുവല്ല, വെറുതെ ബന്ധുവല്ല നേതാക്കന്മാർ പറയുന്നത്. അല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവല്ല എന്നാണ് ശ്രീ ലത്തീഫ്. മറ്റേ നേതാവിന്റെ ബന്ധുവാണെന്നാണോ പറയുന്നത്? രമീഷ് അയച്ചു അല്ലേ? ആണോ? അങ്ങനെയാണോ? കുഞ്ഞാലിക്കുട്ടികളെ ബന്ധമല്ല എന്ന് പറയുന്നത്. വേറെ എന്താ? പിന്നെ എന്തിനാണ് ശ്രീ ടി വി രാജേഷ് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവല്ല അവർ നിഷേധിച്ചു? അറസ്റ്റ് ചെയ്ത 3 ചൊല്ലൽ ഉദ്ഘാടനം ചെയ്ത ആരാ? ഈ ഉദ്ഘാടനത്തിലേക്ക് പോയാൽ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വരേണ്ടി വരും. നമുക്കിത് അവസാനിപ്പിക്കാം ശ്രീ ടി വി രാജേഷ്, നമുക്കിത് അവസാനിപ്പിക്കാം. ഈ 3 ചൊല്ലൽ ഉദ്ഘാടനം ചെയ്ത ആരാ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവല്ല രമേശ് എന്ന് വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ടി വി രാജേഷ്, വളരെ നന്ദി ശ്രീ യു എ ലത്തീഫ്, വളരെ നന്ദി ശ്രീ ശിവശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണത്, വലിയ ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യം സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ചർച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള വാദങ്ങളുള്ള ചർച്ചയായിട്ട് തന്നെ വരും ദിവസങ്ങളും തുടരും എന്ന് വേണം മനസ്സിലാക്കാൻ. BJPയും മുസ്ലിം ലീഗും കോൺഗ്രസും സമരത്തിലാണ്. വളരെയധികം നന്ദി 3 അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. വരും ദിവസങ്ങളിലും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ചകൾ നടത്തേണ്ടതായിട്ട് വരും. അതിഗൗരവതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് നേരെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ രാജിവെക്കുക എന്നതിലേക്കൊന്നും പോകേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ല എന്ന് രാഷ്ട്രീയമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ CPM നിശ്ചയിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പ് ആ നിലക്ക് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് സമരവും പ്രതിരോധവും കാണേണ്ടി വരും, ചർച്ചകളും. നന്ദി, നമസ്കാരം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.